ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ വന്നത് ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ചെമ്മീനെല്ലാം കഴുകി വൃത്തിയാക്കി ഒരു 3/4 കിലോ ചെമ്മീനുണ്ട്. കഴുകി വൃത്തിയാക്കി വിനാഗിരി ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനെ നമുക്ക് വറുത്തെടുക്കാൻ പാകത്തിൽ ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിനായി ആദ്യം തന്നെ കഴുകി വെച്ച ഈ ചെമ്മീനിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് മുളക് പൊടി വീണ്ടും എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം ഒരു അരമണിക്കൂറിലോളം നമ്മളിതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആദ്യം ചെമ്മീൻ വറുത്തെടുത്തിട്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എന്താണെന്ന് പറഞ്ഞാൽ ആ എണ്ണ നമുക്ക് വേസ്റ്റായി പോകുന്നില്ല. വറുത്ത എണ്ണയിൽ തന്നെ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാം. പക്ഷേ നമുക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യം റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഈ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഒരു ചീനിച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ തേങ്ങ എണ്ണയിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. 2 വലിയ ഉള്ളിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഉള്ളി ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടലുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പൊടികളിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 മീഡിയം സൈസ് തക്കാളിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 3 മിനിറ്റിന് ശേഷം ഞാനിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കറി എത്രത്തോളം തിക്കാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം ഞാനിത് മാറ്റി വയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചീനിച്ചട്ടി സ്റ്റൗവിൽ വെക്കുന്നുണ്ട്. നല്ല രീതിയിൽ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം. എല്ലാം കൂടി ഒന്നിച്ച് ഞാൻ വറുത്തെടുക്കുന്നില്ല, കുറച്ച് മാത്രമായിട്ടാണ് ഞാൻ വറുത്തെടുക്കാൻ പോകുന്നത്. ഒരുപാട് നേരം എണ്ണയിൽ കിടന്ന് പൊരിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇങ്ങനെ റബ്ബർ പോലെ ആവും. അപ്പോൾ റബ്ബർ പോലെ ആയാൽ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുവിധം ആയിന്ന് തോന്നുമ്പോൾ വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി വറുത്ത് മാറ്റി വെച്ച ഈ ചെമ്മീനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തിളച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.